വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ, ഒരു ഡെഡിക്കേഷൻ വീഡിയോ ആണ്. അതായത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക്, കോളേജിൽ പോകുന്ന പിള്ളേർക്ക്, അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട്. അപ്പോ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ആദ്യം ഞാനിത് ഇൻസ്റ്റന്റ് ആയിട്ട് അതായത് നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നും പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താണ് ചെയ്യാനുള്ളതെന്നും ഞാൻ രണ്ടായിട്ട് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ഗ്രാം ഫ്ലവർ, ബേസൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കടലമാവാണ്. കടലമാവ് എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം. കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബേസൻ ആണ് കേട്ടോ. അപ്പൊ ബേസൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. കുറച്ചൊന്നും അതിന്റെ മണം മാറി വരുന്നവരെ നിങ്ങൾ മൂപ്പിച്ചെടുക്കാവുള്ളൂ. എന്റെ ജസ്റ്റ് ഒന്ന് അടുക്കി പിടിച്ചായിരുന്നു, കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ സ്പൂണും ബാക്കി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. അഥവാ അങ്ങനെ അടുക്കി പിടിക്കുന്നത് തോന്നിയാൽ അപ്പൊ തന്നെ ഗ്യാസ് ഓഫ് ചെയ്താലും മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാതി എടുക്കുക. ഇനിയിപ്പോ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനാണെങ്കിൽ മൊത്തം ഒഴിക്കുക. ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ മൊത്തം എടുക്കരുത്, പാതിയെ എടുക്കാവുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ മൊത്തം എടുക്കണം. അപ്പോൾ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ അപ്പൊ തന്നെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നിർത്തിയിട്ട് നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി ഇങ്ങനെ അപ്ലൈ ചെയ്യരുത്, ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതല്ല ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ പിള്ളേർക്ക് കുറുക്കൊക്കെ കൊടുക്കത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. അത് ഞാനിപ്പോ കാണിക്കും കേട്ടോ. ഇതേപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നല്ല അടച്ചുറപ്പുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു എയർ ടൈറ്റനിങ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം നിങ്ങൾ വെക്കാനായിട്ട്. എങ്കിലേ അത് കുറച്ച് നാള് ഒന്ന് ചീത്തയാവാതെ ഇരിക്കത്തുള്ളൂ. ഒരു 5 ദിവസമൊക്കെ മാക്സിമം ചീത്തയാവാതെ ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ നമ്മുടെ ബീട്രൂട്ട് അരിച്ചെടുത്ത അതിന്റെ കൊത്തുണ്ടല്ലോ, അതൊന്നും കളയരുത്. അത് ആവശ്യമുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ ഇതേപോലെ നമ്മുടെ മാവ് എടുക്കുക. അതായത് ബേസനും ബീട്രൂട്ടും ഒക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഹണി നമ്മൾ ഓർഗാനിക് ഹണി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച നോർമൽ ഹണി ആഡ് ചെയ്ത് കൊടുത്തത്. ഓർഗാനിക് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച പാതി ബീട്രൂട്ട് ജ്യൂസ് മാറ്റി വെക്കണം എന്ന് പറഞ്ഞില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത ടൈമിൽ, അതായത് കുറുക്കി എടുത്ത ടൈമിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ വെള്ളമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ ബീട്രൂട്ടിന്റെ ജ്യൂസ് ആണ് എടുത്തത് മിക്സ് ചെയ്യാനായിട്ട്. എടുത്തതിന് ശേഷം ഫേസിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്തതിനു ശേഷം കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ചുണ്ടിൽ അപ്ലൈ ചെയ്യുക, കാലിൽ അപ്ലൈ ചെയ്യുക, കഴുത്തിൽ അപ്ലൈ ചെയ്യുക. കാലിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നമ്മുടെ ഈ നേരത്തെ മാറ്റി വെച്ചില്ല കൊത്ത്, നമ്മുടെ ബീട്രൂട്ടിന്റെ കൊത്ത്, അത് ആഡ് ചെയ്തിട്ട് കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോ ഫേസിലേക്കും ആഡ് ചെയ്യുന്ന ടൈമിൽ ബീട്രൂട്ടിന്റെ കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ പറയാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറയുമായിരുന്നു. അപ്പോ ഞാൻ എൻ്റെ കയ്യിലും കാലിലും ചുണ്ടിലും കഴുത്തിന്റെ ബാക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വിട്ടുപോയി. നിങ്ങൾ വിട്ടുപോകരുത്, ഒരിക്കലും മറക്കരുത്. കാരണം നമ്മുടെ കഴുത്തും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടാണ്. അപ്പൊ അതും മറക്കാതെ ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാലിൽ അപ്ലൈ ചെയ്തപ്പം നേരത്തെ മാവിന്റെ കൂടെ ഞാൻ ഇതേപോലെ നമ്മുടെ ബീട്രൂട്ടിന്റെ കൊത്തും കൂടെ ഇട്ടിട്ട് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ എൻ്റെ അനിയത്തിയുടെ കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് വേറൊരു കാലം അതിന്റെ ഇടയിൽ വന്നത്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ അപ്ലൈ ചെയ്തതിനു ശേഷം 30 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അടിപൊളി റിസൾട്ട് ആണ്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും, ആക്നെ വന്നു പോയതിന്റെ പാടുകൾ മാറാനും, ആക്നെ കുറയ്ക്കാനും, ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും, പിന്നെ നമ്മുടെ പുറ്റ് പിടിച്ച ടാൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് മൊത്തം മാറ്റമൊന്നുമല്ല, ഒരു ഷെയ്ഡോ അല്ലെങ്കിൽ 2 ഷെയ്ഡോ ഒക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മാറി ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് നല്ല രീതിക്ക് റിസൾട്ട് ഉള്ളതാണ്. ഞാനിപ്പോ പറയുന്നത് വെളുപ്പിക്കുന്ന പരിപാടിയല്ല, നമുക്ക് എത്രയാണോ ഉള്ളത് കളർ അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, DIY എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് ആണ്. ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടിയാലും നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കതൊരു പെർമനന്റും അല്ല, കുറച്ച് നാൾ കൂടുതലായിട്ട് നമുക്ക് ആ റിസൾട്ടിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട്
ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഞാനിപ്പോ എന്റെ ഫേസ് കഴിയപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം റിസൾട്ട് ഉണ്ട്. എന്റെ ചുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കാരണം എന്റെ ചുണ്ട് അത്രയ്ക്ക് നല്ല രീതിക്ക് പിഗ്മെന്റേഷൻ ആയിട്ട് വന്നതാണ്. ഇപ്പൊ നല്ലതുപോലെ കുറവുണ്ട്. കാരണം നമ്മൾ ലിപ്സ്റ്റിക് മിക്സിംഗ് ഒക്കെ ചെയ്യാണല്ലോ. അപ്പൊ നല്ല രീതിക്ക് ചുണ്ട് പിഗ്മെന്റഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ചുണ്ടിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഈ ഒരു ഫേസ് പാക്ക് അല്ല, ഓൾമോസ്റ്റ് ഏതൊക്കെ ഇട്ടാലും ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കായിരുന്നു. അങ്ങനെ ഒരുവിധം ഒന്ന് മാറി വരുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മളിത് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചെയ്യാനുള്ളത്. അതായത് ഹണി, നമ്മുടെ ബീട്രൂട്ടിന്റെ ജ്യൂസും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടും കൂടെ ആയിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി പറയാൻ പോകുന്നത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യാനുള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ ഇത് ഒരു സ്പൂൺ എടുക്കുക. ഇതിലേക്ക് ചൂട് പാലോ ചൂടുവെള്ളം, ശ്രദ്ധിക്കുക, ചൂടുവെള്ളവും ചൂടുപാലും ചൂടായിട്ട് ചെറുതായിട്ട് ചൂടാക്കിയ റോസ് വാട്ടറും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമുക്ക് കുഴച്ച് മുഖത്തിടാന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ പച്ചവെള്ളം ഒരിക്കലും എടുക്കാൻ നിൽക്കരുത്. കാരണം ഓൾറെഡി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് ഉറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. കാരണം ഒന്നാമതേ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ട് കിട്ടത്തില്ല. എങ്കിലും റിസൾട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞത് അത്ര ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ പച്ചവെള്ളം കൂടെ ഒഴിച്ചാൽ ഒരു റിസൾട്ട് കിട്ടാൻ പറ്റില്ല. അപ്പം പാലോ ചൂടുവെള്ളമോ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയ എന്താണ് റോസ് വാട്ടർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്യുമ്പോൾ ഉപ്പില്ലാത്ത തൈര് വേണം ആഡ് ചെയ്യാൻ. ഉപ്പില്ലാത്ത തൈര് കുറച്ച് കൂടുതൽ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. മാക്സിമം ഈവനിങ് വേണം നിങ്ങൾ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. കാരണം അപ്പോഴായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത്. കാരണം എന്നിട്ട് നമ്മുടെ നോർമൽ ആയിട്ടുള്ള നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ഹീലിംഗ് ആവും. അത് മാത്രമല്ല നല്ല രീതിക്ക് ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തത്, അതായത് സ്കിന്നിൽ കൂടെ കൊടുത്തതൊക്കെ ഒന്ന് പിടിക്കാനായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാട്ടോ. അല്ലാതെ രാവിലെ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നേരെ പോയി ഉള്ള വെയിലെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. പിന്നെ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ഇത് രണ്ടും ചെയ്യുക. പിന്നെ ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കിയ മോയ്സ്ചറൈസറിന്റെയും പിന്നെ ബാക്കി ഫേസ് പാക്കിന്റെയും പിന്നെ പെഡിക്യൂർ മാനിക്യൂർ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഓരോ ഐക്കണിലായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതും ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനൽ കാണുന്ന ഓൾമോസ്റ്റ് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റിൽ പറയാം. നമുക്ക് അതും ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.